ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരുപാട് വ്രതങ്ങളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ വ്രതങ്ങളൊക്കെ ഏത് തന്നെ ആയിക്കോട്ടെ, ആ സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആരോഗ്യപ്രദവും അതുപോലെ തന്നെ ധാരാളം ഊർജ്ജം നൽകുന്നതുമായിട്ടുള്ള ഒരു പാനീയമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഞാനിവിടെ കൂവപ്പായസമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ വെളുത്ത കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3 അച്ച് ശർക്കരയും 1 കപ്പ് തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കൂവപ്പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കൂവപ്പൊടി ഒന്ന് നന്നായിട്ട് തന്നെ കലക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഒരു കടായിലേക്ക് കൂവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് കലക്കിയിട്ടെടുക്കണം. ഞാനിവിടെ വെളുത്ത കൂവയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. കൂവ തന്നെ 3 തരത്തിലുണ്ട്. അപ്പോൾ അതിൽ വെളുത്ത കൂവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള കൂവയാണ് കേട്ടോ. നമുക്ക് വീടുകളിലൊക്കെ പഴയ കാലത്തൊക്കെ ഈ കൂവയൊക്കെ തയ്യാറാക്കിയിരുന്നു. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് കലക്കിയെടുത്തിരിക്കുന്നത്. ഞാനിത് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഈ പായസം തയ്യാറാക്കുന്നത്. ഞാനിവിടെ 3 അച്ച് ശർക്കരയാണല്ലോ പായസത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുന്നത്. ഈ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ശർക്കര നന്നാക്കിയിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിപ്പോൾ 3 അച്ച് ശർക്കര ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ മധുരം കുറവ് വേണ്ടവർക്ക് ശർക്കരയുടെ അളവും കുറയ്ക്കാം. 2 അച്ച് ശർക്കരയോ 1 അച്ച് ശർക്കരയോ ഒക്കെ ചേർത്താൽ മതിയാകും. ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അരിച്ചിട്ടാണ് നമുക്ക് ഈ കൂവപ്പായസത്തിലൊക്കെ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഈ കൂവപ്പൊടിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. കാരണം കൂവ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അടിയിൽ പിടിക്കത്തുമില്ല. നന്നായിട്ട് കൂവ വേവാനുള്ള ഒരു വെള്ളവും നമുക്കിതിലേക്ക് കിട്ടും. അതുകൊണ്ട് കൂവ നമ്മൾ വേവിക്കുന്ന സമയത്ത് ധാരാളം വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഈ പായസം കുറച്ച് കട്ടിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ 1/2 കപ്പ് കൂവപ്പൊടിയോ അല്ലെങ്കിൽ 3/4 കപ്പ് കൂവപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ടിക്ക് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കുന്നത് കൊണ്ടാണ് കുറച്ച് കൂവപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഈ ശർക്കരയും നമ്മുടെ കൂവപ്പൊടിയുടെ വെള്ളവും എല്ലാം ചേർന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് കുറുകിയിട്ട് വരേണ്ടതുണ്ട്. നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഇന്ന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ജീരകവും ഏലക്കായും പൊടിച്ച പൊടിയാണ്. ഒരു 6 ഏലക്കായ തൊലി കളഞ്ഞതും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചിട്ടുള്ള പൊടിയാണ് 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കൂവയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ധാരാളം കാൽസ്യവും കാർബോഹൈഡ്രേറ്റും സ്റ്റാർച്ചും ഒക്കെ നമ്മുടെ കൂവപ്പൊടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതാ നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം തേങ്ങാപ്പാൽ 2ആയിട്ടൊന്നും എടുത്തിച്ചിട്ടില്ല. കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മാത്രം മതി. കാരണം നമ്മുടെ ഈ കൂവ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ ചൂടുകാലത്തും കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഡ്രിങ്കാണ് നമ്മുടെ കൂവ ചേർത്തിട്ടുള്ള പാനീയങ്ങൾ. കൂവ ശരീരത്തിന് തണുപ്പ് നൽകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉറക്കം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കൂവ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് കൂവ ശരീരത്തിന് നല്ല ഒരു എനർജി നൽകുന്ന ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ കൂവ ചേർത്തിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ കൂവ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പായസമാണ് നമ്മുടെ കൂവ പായസം എന്ന് പറയുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കുടിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ അതിലേക്ക് ഒന്ന് വറുത്തിടുന്നുണ്ട്. നെയ്യിൽ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ 1 പിടി ഉണക്കമുന്തിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഉണക്കമുന്തിരിക്ക് പകരം തേങ്ങാക്കൊത്തും ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നമുക്ക് നെയ്യിൽ വറുത്തെടുത്തിട്ട് പായസത്തിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് നമ്മുടെ പായസത്തിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് നൽകുന്നതാണ്.
ഞാനിപ്പോൾ ഇതാ നെയ്യോട് കൂടി തന്നെ നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പായസമാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വ്രതനാളുകളിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്